പോത്തുണ്ടിക്ക് സമീപത്തുള്ള സ്ഥലത്ത് കുട്ടികൾ ഒരാൾ ഓടിപ്പോകുന്നത് കണ്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വ്യാപകമായ തിരച്ചിൽ പലയിടത്തായി തുടരുന്നത്. അവിടെ നിന്ന് പോലീസിന്റെ സംഘം മറ്റു ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അതേസമയം നാട്ടുകാരുടെ സംഘം അവിടെയുണ്ട്. ബിനിലാണ് വിവരങ്ങളുമായി തുടരുന്നത്. ബിനിൽ, ഇയാളെ പിടികൂടുന്നത് വരെ വല്ലാത്തൊരു ഭീതിയല്ലേ? അവിടുത്തെ ആളുകളുടെ വാക്കുകളിലും ആ ഭീതി നിഴലിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. തീർച്ചയായും രതീഷ്, കാരണം ഇത്ര വലിയൊരു കൊടും കുറ്റവാളിയാണ്. അതുകൊണ്ട് തന്നെ ചെന്താമര ഇപ്പോൾ സ്വൈര്യമായി വിലസുന്നത് അത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണത്. ഇവിടുത്തെ സ്ത്രീകളടക്കം പറയുകയും ചെയ്തു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം, വലിയ വടികളൊക്കെ ആയിട്ടാണ് നാട്ടുകാർ ഇവിടെ നിൽക്കുന്നത്. കാരണം ചെന്താമരയെ കണ്ടാൽ പിടിക്കുക എന്നത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. രാത്രി വൈകിയും നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും? ഇവിടെ ഉണ്ടാവും. നാട്ടുപ്രദേശമാണല്ലോ. എന്താണെങ്കിലും ഇതുപോലെ ഒരു ക്രിമിനലുകൾ നാട്ടുപ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ അവരെ പിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ പിടിച്ച് എന്താണ് ചെയ്യാൻ കഴിയുക അത് ചെയ്യാന്നുള്ളത് തന്നെയാണ് നമ്മുടെ നാട്ടുകാരുടെ ലക്ഷ്യം. ഈ ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിടിക്കുക അത്ര എളുപ്പമാണോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. വലിയ കുറ്റിക്കാടുകളാണല്ലോ ഇവിടെ മുഴുവൻ. കുറ്റിക്കാടും വാഴത്തോട്ടങ്ങളൊക്കെയാണ്. ഇവിടെ നിന്ന് ഇവിടെ മല, കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ വാഴത്തോട്ടമാണ്. വാഴത്തോട്ടത്തിൽ കടന്നാൽ കാളിനെ കിട്ടില്ല. ഈ ചെന്താമരയുടെ വീട് നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എളുപ്പത്തിൽ വരാൻ പറ്റുമോ? ചെന്താമര അയാളുടെ വീട്ടിന്റെ അവിടെ നിന്ന് 1.5-2 കിലോമീറ്റർ ഇത് മാട്ടായി. നമ്മൾ ആ വനമേഖല തിരയുമ്പോൾ ആ വനമേഖലയുടെ സൈഡ് കൂടെയുള്ള വഴിയാണിത്. അപ്പോൾ ആ വനമേഖല തിരയുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിലേക്ക് കയറിയാലും ഇങ്ങോട്ട് വരാം. ഇത് ഈ വനം അങ്ങനെ കിടക്കും, അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വരുന്ന വനമാണ്. ചെന്താമര ഇവിടെ ഇല്ലാന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഉറപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ചിലപ്പോൾ അവിടെ നിന്ന് കയറി ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ കണ്ടു എന്ന് പറയുന്നത്. പോലീസുകാരൊക്കെയാണ് പ്രദേശം എല്ലാം നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അറിയാവുന്ന ആളാണ്, ഇവിടത്തുകാരൻ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉറക്കം വിളിച്ചിട്ട് ഇന്നേക്ക് 2 ദിവസമായി നമ്മളിതിൻ്റെ പുറകിൽ തന്നെയാണ്. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ട. ഈ ഒരു സംഭവം കൊച്ചുങ്ങൾ വരെ സ്കൂളിൽ പോകില്ല. അപ്പോൾ നമ്മളെങ്ങനെയെങ്കിലും ഇതൊന്ന് പിടിച്ചു കൊടുക്കുക എന്നുള്ള ലെവലിലാണ് ഞങ്ങൾ പിള്ളേരുകളും എല്ലാവരും പണിയടക്കം വിട്ടിട്ട് എല്ലാവരും ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നത്. നമ്മളിവിടെ വന്നപ്പോൾ സ്ത്രീകളോടൊക്കെ സംസാരിച്ചപ്പോൾ എല്ലാവരും വലിയ ആശങ്കയിലാണ്. കാര്യം ഇത്ര ഇയാളിങ്ങനെ പുറത്തിറങ്ങി നടക്കുക എന്നുള്ളതാണ് ആൾക്കാർ. ഭീകരത രൂപമുള്ളൊരു ലെവലിലല്ലേ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഒക്കെ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ പോകണം ബസ് കയറാൻ. അപ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് പേടിയാണ്, മനസ്സിൻ്റെ ഉള്ളിൽ പേടിയാണ്. എൻ്റെ മക്കൾക്കൊന്നും 2 ദിവസമായി സ്കൂളിൽ പോയിട്ടില്ല. ഇത് അറിഞ്ഞതിന് ശേഷം സ്കൂളിൽ പോയിട്ടില്ല. ഇവിടെയൊക്കെ ഒരാൾ ഒളിച്ചിരുന്ന കണ്ടെത്തുക അത്ര എളുപ്പമല്ല. എന്ന് വെച്ചാൽ വലിയ വലിയ വനങ്ങളാണ്. ഈ വനമേഖലയിൽ പെട്ടെന്ന് പോയിട്ട് ഒരാളിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. നിങ്ങളിപ്പോൾ ഉറങ്ങാതിരിക്കാൻ പോവാ? ഞങ്ങളിപ്പോൾ ഉറങ്ങാതെ ഇനി തെരച്ചിൽ തുടങ്ങുക തന്നെയാണ്. അവരുടെ ഇനിയിപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ ആ പ്രദേശത്ത് നോക്കുക തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിൻ്റെ കണക്ക് വെച്ച് ഇനിയും 2-3 പേരിനെ വധിക്കുന്നതാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുള്ളി സറണ്ടറാകാത്ത അവസ്ഥ കൊണ്ട് ഇനിയും വല്ലതും നടക്കാതെ ഒന്ന് നോക്കുക, പരമാവധി പുള്ളിയൊന്ന് പിടിക്കാനും നോക്കുക. പിന്നെ പുള്ളി എന്താണെന്ന് വെച്ചാൽ വിശപ്പ് താങ്ങാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് കൂടുതൽ പതുങ്ങില്ല. അതുതന്നെയാണ് പോലീസും കാത്തിരിക്കുന്നത്. അതായത് കൂടുതൽ സമയം ഈ വനത്തിനുള്ളിൽ ഒളിച്ചിരിക്കാൻ കഴിയില്ല. ഭക്ഷണത്തിന് വേണ്ടി ആ ചെന്താമര പുറത്തു വരും. അപ്പോൾ ആരെങ്കിലും കാണും, അങ്ങനെയെങ്കിലും ഇയാളെ പിടിക്കാമെന്നത് തന്നെയാണ് പോലീസ് കരുതുന്നത്. എന്തായാലും നമ്മളിപ്പോൾ പറഞ്ഞവരുടെ വാക്കുകളിൽ നിന്നൊക്കെ അറിയാം. കാരണം ഇനിയും 2 പേരെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്ന ഒരാളാണ് ചെന്താമര. അത് തൊട്ടടുത്ത് തന്നെയുള്ള 2 സ്ത്രീകളാണ്. അവർ തങ്ങളുടെ ഭയപ്പാടൊക്കെ നമ്മളോടൊക്കെ തന്നെ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശവാസികൾക്കൊക്കെ തന്നെ ഇത്തരത്തിലൊരു ആശങ്കയുള്ളതും അവർ ഈ ഉറക്കം ഉളച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതും. എന്തായാലും പോലീസ് ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങി, പക്ഷേ നാട്ടുകാർ മടങ്ങുന്നില്ല. അവർ ഈ ചെന്താമര ഈ ഭാഗത്തുണ്ട് എങ്കിൽ കണ്ടുപിടിക്കും എന്ന വാശിയിൽ തന്നെ ഇവിടെ നിൽക്കുകയാണ്. രതീഷ്, ബിന്നിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അയാളെ കണ്ടെത്തുക, പോലീസിനെ ഏൽപ്പിക്കുക എന്നതാണ് നാട്ടുകാർ ലക്ഷ്യമിടുന്നത്. അതേസമയം അല്പം വൈകാര്യമായി തന്നെ ഇയാളെ കിട്ടിയാൽ കൈകാര്യം ചെയ്യുമെന്ന് നേരത്തെ സ്ത്രീകൾ ഉൾപ്പെടെ പറയുന്നുണ്ടായിരുന്നു. അത്രത്തോളം വലിയ ആഘാതമാണ് ആ നാടിന് മാത്രമല്ല ഈ വാർത്ത അറിയുന്ന എല്ലാവരിലും ആ സംഭവം ഏൽപ്പിച്ചിരിക്കുന്നത്. 5 വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീയെ കൊല ചെയ്യുക, അതിനുശേഷം ജയിലിൽ പോകുന്നു, പിന്നീട് പുറത്തിറങ്ങുന്നു, അതിനുശേഷം ആ സ്ത്രീയുടെ ഭർത്താവിനെയും അമ്മയെയും കൊല ചെയ്യുക. അത്യന്തം നിഷ്ഠൂരവും ക്രൂരവുമായ ഒരു ക്രിമിനൽ ഇങ്ങനെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൊലപാതകങ്ങൾ നടത്തുന്നു. പോലീസിൽ പരാതി ലഭിക്കുന്നു, പോലീസ് വിളിച്ച് താക്കീത് ചെയ്ത് വിടുന്നു. അവിടെയും പോലീസിന് വലിയ വീഴ്ച പറ്റി. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ CIA ഇന്ന് പോലീസ് സേനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നടപടി പോലീസിലും ഉണ്ടാകുന്നുണ്ട്. അതിനിടയിലാണ് ഇയാളെ കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിൽ ഈ രാത്രിയിലും തുടരുന്നത്. ബിന്നിലാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.